ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീസൺസിനെ കുറിച്ചൊക്കെ പഠിച്ചു. ആ ലെസൺ കംപ്ലീറ്റ് ആയി. നമ്മൾ നോട്ട് വർക്ക് ഒക്കെ ചെയ്തു. ഇപ്പൊ നന്നായിട്ട് എല്ലാവർക്കും സീസൺസ്, എത്ര സീസൺസ് ഉണ്ട്, അതിന്റെ ഓരോ കാര്യങ്ങളും എന്താണെന്നൊക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഇന്ന് ടീച്ചർ പുതിയൊരു ചാപ്റ്റർ ആണ്, ലെസൺ 5 ആണ് ടീച്ചർ എടുക്കുന്നത്. പേജ് നമ്പർ 144 ആണ്. ഓക്കെ, ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ. ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ, നമ്മുടെ കൺട്രി, നമ്മുടെ ഇന്ത്യയുടെ ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്, പിന്നെ ബൗണ്ടറീസ് ഉണ്ട്, പിന്നെ എന്താണ് പൊളിറ്റിക്കൽ ഡിവിഷൻസ്, അങ്ങനെ ഓരോ ഘട്ടമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്ത്. Okay, all of you take your textbook. Please listen here. Page number 144. 144 എടുക്കൂ. Basic features of India. Basic features of India. Our country, India, lies in the northern hemisphere in the continent of Asia. It is the 7th largest country in the world. Our neighboring countries are Nepal, Bhutan, Bangladesh, Myanmar, Pakistan, Afghanistan, China and Sri Lanka. Next, physical features. There are different landforms in our country, like the mountain ranges, plateau, desert and plains. These form the physical features of our country. India is a peninsula. A peninsula is a land surrounded by water on 3 sides and land on 1 side. India has groups of islands on the eastern and western sides of the mainland. An island is a piece of land surrounded by water on all sides. The Lakshadweep group of islands and the Andaman and Nicobar Islands are 2 groups of islands of India. Lakshadweep lies in the Arabian Sea and Andaman Nicobar in the Bay of Bengal. Okay, നമ്മുടെ ഇന്ത്യയുടെ ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അവർ കൺട്രി ഇന്ത്യ ലൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഇൻ ദി കോണ്ടിനെൻ്റ് ഓഫ് ഏഷ്യ. നമ്മുടെ ഇന്ത്യ, അവർ കൺട്രി, നമ്മുടെ ഇന്ത്യ എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയർ, വടക്കൻ അർദ്ധഗോളത്തിൽ ഏഷ്യ എന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ 7th largest country in the world. എന്താ പറയുന്നത്, ലോകത്തിലെ, വേൾഡിലെ 7ാമത്തെ വലിയ രാജ്യമാണ്, വലിയ കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അവർ നെയ്ബറിംഗ് കൺട്രീസ് ആർ നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന ആൻഡ് ശ്രീലങ്ക. നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ്, അതായത് എന്താണ്, നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അവർ നെയ്ബറിംഗ് കൺട്രീസ് നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന ആൻഡ് ശ്രീലങ്ക. ഓക്കെ, അപ്പോൾ നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് ആണ്, അയൽ രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ്? നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന ആൻഡ് ശ്രീലങ്ക. ഓക്കെ, നെക്സ്റ്റ്, ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഫിസിക്കൽ ഫീച്ചേഴ്സ്. There are different landforms in our country, like the mountain ranges, plateau, desert and plains. This forms the physical features of our country. അടുത്ത എന്താണ്, ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? പർവ്വതനിരകൾ, മൗണ്ടെയിൻ റേഞ്ചസ്, പ്ലാറ്റോ, ഡിസേർട്ട് ആൻഡ് പ്ലെയിൻസ്. എന്താണ് പറയുന്നത്, എന്നീ തുടങ്ങി, ഡിസേർട്ട്, പ്ലെയിൻസ്, പിന്നെ എന്താണ്, മൗണ്ടെയിൻ റേഞ്ചസ്, അങ്ങനെ തുടങ്ങി വിവിധ വ്യത്യസ്ത ഭൂപ്രകൃതികളാണ് നമുക്ക് ഉള്ളത്. These form the physical features of a country. നമ്മുടെ കൺട്രിക്കുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. ഇന്ത്യ ഈസ് എ പെനിൻസുല. A peninsula is a land surrounded by water on 3 sides and land on 1
സൈഡ്. എന്താണ് ഇന്ത്യ ഈസ് എ പെനിൻസുല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പെനിൻസുലയാണ്, ഉപദ്വീപാണ്. എ പെനിൻസുല ഈസ് എ ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ 3 sides ആൻഡ് ലാൻഡ് ഓൺ 1 side. അപ്പോൾ പെനിൻസുലയാണ്, ഇന്ത്യ ഒരു പെനിൻസുലയാണ്, ഉപദ്വീപാണ്. പിന്നെ എന്താ പറയുന്നത്, 3 വശങ്ങളും 3 sides വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 3 sides വാട്ടറിലാണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പിന്നെ എന്താണ്, ഒരു വശത്ത് കരയും ഉള്ള ഒരു ഭൂപ്രദേശത്തെയാണ് ഉപദ്വീപ് അല്ലെങ്കിൽ പെനിൻസുല എന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യ ഹാസ് ഗ്രൂപ്പ് of islands on the eastern and western sides of the mainland. എന്താ പറയുന്നത്, ഇന്ത്യ ഹാസ് ഗ്രൂപ്പ് ഓഫ് ഐസ്ലാൻഡ് ഓഫ് ദ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സൈഡ്സ് ഓഫ് ദി മെയിൻലാൻഡ്. പ്രധാന ഭൂപ്രദേശത്തിൻ്റെ എന്താണ് നോർത്തും ഈസ്റ്റേണും വെസ്റ്റേണും, ഈസ്റ്റേൺ സൈഡും വെസ്റ്റേൺ സൈഡും എന്താണ് കിഴക്കും പടിഞ്ഞാറ് വശങ്ങളിൽ ഇന്ത്യക്ക് ഉപദ്വീപുകളുടെ ഒരു കൂട്ടം ഉണ്ട്, ഉപദ്വീപുകളുടെ കൂട്ടങ്ങൾ ഉണ്ട്. പിന്നെ എന്താണ്, ദ ലക്ഷദ്വീപ് ഗ്രൂപ്പ് ഓഫ് ഐസ്ലാൻഡ് ആൻഡ് ദി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐസ്ലാൻഡ്സ് ആർ ദി 2 ഗ്രൂപ്പ്സ് ഓഫ് ഐസ്ലാൻഡ്സ് ഓഫ് ഇന്ത്യ. എല്ലാ വശങ്ങളിലും എല്ലാ സൈഡ്സിലും വെള്ളത്താൽ ഫുൾ കവറായി, വെള്ളം കൊണ്ട് കവർ ചെയ്തിട്ടുള്ള, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രദേശത്തെയാണ് നമ്മൾ ദ്വീപ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇന്ത്യയിലെ ഇന്ത്യയിലെ 2 ദ്വീപ സമൂഹങ്ങളാണ് ഏതൊക്കെയാണ്, ലക്ഷദ്വീപും ആൻഡമാൻ ആൻഡ് നിക്കോബാറും. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐസ്ലാൻഡ് ആർ ദി 2 ഗ്രൂപ്പ്സ് ഓഫ് ഐസ്ലാൻഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ 2 ദ്വീപ സമൂഹങ്ങളാണ് ഏതൊക്കെയാണ്, ലക്ഷദ്വീപും പിന്നെ ആൻഡമാൻ നിക്കോബാറും. Lakshadweep lies in the Arabian Sea and Andaman and Nicobar in the Bay of Bengal. ലക്ഷദ്വീപ് അറബിക്കടലിലും ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ലക്ഷദ്വീപ് ലൈസ് ഇൻ ദ അറേബ്യൻ സീ, ലക്ഷദ്വീപ് ലൈസ് ഇൻ ദി അറേബ്യൻ സീ ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഇൻ ദി ബേ ഓഫ് ബംഗാൾ. ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലും ലക്ഷദ്വീപ് ലൈസ് ചെയ്യുന്നത് അറേബ്യൻ സീയിലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഫിസിക്കൽ ഫീച്ചേഴ്സ് വരെയാണ് പഠിച്ചത്. ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് വൺ മ്യാൻമർ, പെനിൻസുല, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ലക്ഷദ്വീപ്, അറേബ്യൻ സീ. മ്യാൻമർ MYANMAR മ്യാൻമർ. നെക്സ്റ്റ് വൺ പെനിൻസുല PENINSULA പെനിൻസുല. ശ്രീലങ്ക SRILANKK ശ്രീലങ്ക. അഫ്ഗാനിസ്ഥാൻ AFGANISTAN അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ് വൺ ലക്ഷദ്വീപ് LAKSHADWEEP ലക്ഷദ്വീപ്. ലാസ്റ്റ് വേർഡ് അറേബ്യൻ സീ, അറേബ്യൻ ARABIAN അറേബ്യൻ സീ SEA അറേബ്യൻ സീ. ഓക്കെ, മ്യാൻമർ, പെനിൻസുല, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ലക്ഷദ്വീപ്, അറേബ്യൻ സീ. Okay, all of you take your notebooks. Please listen here. നമുക്ക് ഹാർഡ് വേർഡ്സ് നോട്ടിൽ എഴുതാം. ഫസ്റ്റ് വൺ മ്യാൻമർ, പെനിൻസുല, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ലക്ഷദ്വീപ്, അറേബ്യൻ സീ. മ്യാൻമർ MYANMAR മ്യാൻമർ. പെനിൻസുല PENINSULA പെനിൻസുല. ശ്രീലങ്ക SRILAKA ശ്രീലങ്ക. അഫ്ഗാനിസ്ഥാൻ AFGHANISTAN അഫ്ഗാനിസ്ഥാൻ. ലക്ഷദ്വീപ്
LAKSHADWEEP Lakshadweep. Arabian Sea, ARABIAN Arabian Sea, SEA Sea, Arabian Sea. അപ്പോൾ ഹാർഡ് വേർഡ്സ് 5 times ലൈനൊക്കെ ടച്ച് ചെയ്ത് നീറ്റായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഓക്കെ, നമുക്ക് പഠിക്കാം. ഇന്ന് നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? സയൻസിൽ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ലെസൺ കഴിഞ്ഞു. നമുക്ക് ഇന്ന് അതിന്റെ നോട്ട്സ് ഒക്കെയാണ് എഴുതേണ്ടത്. ഓക്കെ, സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ് ആയിരുന്നു. എൻജോയ് ചെയ്തോ? പഠിച്ചോ? പഠിച്ചില്ല അല്ലേ? ഓക്കെ, പഠിച്ചു കാണുമെന്ന് ടീച്ചറിന് അറിയാം, വെറുതെ പറഞ്ഞാണ് കേട്ടോ, ടീച്ചർ ചോദിച്ചതാ. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട്സ് എഴുതാം. നോട്ട്സ് എഴുതുന്നതോടൊപ്പം പഠിക്കുകയും വേണം എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഓക്കെ, നോട്ട്സ് ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. All of you listen. Please take your text. Page number 100. Fill in the blanks. Continuation and notes. Okay. Then first one. Do not dash through a gate to get in or get out of your school. Do not rush. ഇവിടെ ആൻസർ എന്താണ്? റഷ് ത്രൂ എ ഗേറ്റ് ടു ഗെറ്റ് ഇൻ ഓർ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ സ്കൂൾ. സ്കൂളിൽ ഗേറ്റിനകത്തോട്ട് പോകുമ്പോഴും പുറത്തോട്ട് പോകുമ്പോഴും എന്താണ്? തിരക്ക് കൂട്ടരുത് അല്ലേ? കൂട്ടം കൂടി ഇങ്ങനെ പുഷ് ചെയ്യുക, എന്നാൽ എന്ത് ചെയ്യും? വീഴും അല്ലേ? യെസ്, അതുകൊണ്ട് തിരക്ക് കൂടെ, റഷ് ചെയ്യരുത്. ഇവിടെ ആൻസർ റഷ്. ദെൻ സെക്കൻഡ് വൺ, ഓൾവേസ് കീപ് ക്ലോസ് ടു ദ ഡാഷ് ഓൺ ദ റോഡ്. ഓൾവേസ് കീപ് ക്ലോസ് ടു ദ എൽഡേഴ്സ് ഓൺ ദ റോഡ് അല്ലേ? മുതിർന്നവരോട് ചേർന്ന് പറ്റി പോവുക, ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാതെ. ദെൻ തേർഡ് വൺ, ഡു നോട്ട് പ്ലേ ഗെയിംസ് ലൈക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഇൻ ഡാർക്ക് ലോൺലി പ്ലേസ്. ഏകാന്തമായ സ്ഥലത്ത് ഹൈഡ് ആൻഡ് സീക്ക് പ്ലേ കളിക്കരുത്. ദെൻ ഫോർത്ത് വൺ, നെവർ ഡേഷ് എ പേഴ്സൺ ഹു ഈസ് അണ്ടർ ആൻ ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ എന്ത് ചെയ്ത്? ടച്ച് ചെയ്യരുത്. ഡോണ്ട് ടച്ച്. ഡോണ്ട് ടച്ച്. ഇവിടെ എഴുതേണ്ടത് നെവർ ടച്ച് എ പേഴ്സൺ ഹു ഈസ് അണ്ടർ ആൻ ഇലക്ട്രിക് ഷോക്ക്. ദെൻ സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. തെറ്റോ ശരിയോ എന്ന് എഴുതാനാണ് ആൻസർ കണ്ടെത്തി എഴുതാനുള്ള. വൺ ഷുഡ് നോട്ട് റൺ ഓൺ വെറ്റ് ഫ്ലോർസ്. ട്രൂ ആണ് അല്ലേ? യെസ്, എന്താണ്? നനഞ്ഞ ഫ്ലോറിൽ കൂടെ ഓടാൻ പാടില്ല. നോട്ട് റൺ. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് സേഫ് ടു ഗെറ്റ് ഇൻ ടു എ മൂവിങ് ബസ്. ഇറ്റ് ഈസ് സേഫ് ടു ഗെറ്റ് ഇൻ ടു മൂവിങ് ബസ്. ചലിക്കുന്ന ബസ്സിൽ ഓടിക്കയറാൻ പാടില്ല അല്ലേ? യെസ്, അത് സേഫ് അല്ല, സുരക്ഷിതമല്ല. ദെൻ വൺ ഷുഡ് നെവർ യൂസ് എ സീബ്ര ക്രോസിംഗ് ടു ക്രോസ് ദ റോഡ്. എന്താണ്? നെവർ ക്രോസ് ചെയ്യേണ്ടത് സീബ്ര ക്രോസിങ്ങിലൂടെയാണ് അല്ലേ? ഇവിടെ പറഞ്ഞേക്കുന്നത് സീബ്ര ക്രോസിങ്ങിലൂടെ ഒരിക്കലും ക്രോസ് ചെയ്യരുതെന്ന്. ദാറ്റ് ഈസ് റോങ്. അപ്പോൾ ഫാൾസ്. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു റൺ ഓൺ ആൻ അൺഈവൻ ഗ്രൗണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പ്ലേ ഗ്രൗണ്ട് അല്ലാത്ത സ്ഥലത്ത് കൂടെ നമ്മൾ ഓടാനൊന്നും പാടില്ല അല്ലേ? യെസ്, ദാറ്റ് ഈസ് ട്രൂ. ദെൻ ഡിസ്കസ് ഇൻ ക്ലാസ്. ഗൂഗിൾ മീറ്റിൽ പറഞ്ഞു തരേണ്ട കാര്യമാണിത്. യുവർ ഫ്രണ്ട്സ് ഫെയിൻസ് ഇൻ സ്കൂൾ ആൻഡ് ലോട്ട്സ് ഓഫ് ചിൽഡ്രൻ ക്രൗഡ് അറൗണ്ട് ഹിം. വാട്ട് വിൽ യു ഡു? ഒരു സ്കൂളിൽ ഒരു ഫ്രണ്ട് ബോധം കെട്ട് വീണാൽ ആ കുട്ടി എന്താണ് നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണെന്നാണ് പറയേണ്ടത് കേട്ടോ. അത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കുട്ടി വീഴുമ്പോഴത്തേക്ക് എന്താണ്? ലോട്ട്സ് ഓഫ് ചിൽഡ്രൻ ക്രൗഡ് അറൗണ്ട് ഹിം. അവന് ചുറ്റും ഇങ്ങനെ ലോട്ട്സ് ഓഫ് ചിൽഡ്രൻ, ധാരാളം കുട്ടികൾ, എല്ലാ കുട്ടികളും കൂടി ഇങ്ങനെ ചുറ്റി വളഞ്ഞ് കൂട്ടം കൂടി നിൽക്കും. അപ്പോൾ വാട്ട് വിൽ യു ഡു? അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്? അത് നിങ്ങൾ പറയണം. ടെക്സ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും, നമുക്ക് അറിയാൻ കിട്ടും ആൻസർ കേട്ടോ. അപ്പോൾ ഗൂഗിൾ മീറ്റിൽ അത് പറയണം ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക്. ഓക്കെ ചിൽഡ്രൻ, പ്ലീസ് ലിസൺ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ലെഷർ ടൈം. അൺസ്ക്രാമ്പിൾ ദ ഫോളോയിങ് വേർഡ്സ്. കണ്ടല്ലോ, അൺസ്ക്രാമ്പിൾ ദ ഫോളോയിങ് വേർഡ്സ് ആണ്. കറക്റ്റ് ചെയ്ത് എഴുതുക. ദെൻ എന്താണ് നോക്കി കണ്ടെത്തി എഴുതുക. ആക്സിഡൻറ്റ്സ്, സേഫ്റ്റി, പാവമെൻറ്റ്, സീബ്ര ക്രോസിങ്. എളുപ്പമാണ്. ഇത് നോട്ട്ബുക്കിൽ തന്നെ എഴുതണം. എനിക്ക് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ, ഹോംവർക്കാണ്. ദെൻ ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് സം പോപ്പുലർ ബ്രാൻഡ്സ് ഓഫ് ദ ഫോളോയിങ്. ഇത് ടീച്ചർ ഗൂഗിൾ മീറ്റിൽ പറഞ്ഞുതരാം കേട്ടോ. അഡ്ഹസീവ് ബാൻഡേജ്, ആൻറ്റിസെപ്റ്റിക് ക്രീം, ആൻറ്റിസെപ്റ്റിക് ലോഷൻ, തെർമോമീറ്റർ. ഇതൊക്കെ പോപ്പുലർ ബ്രാൻഡ്സ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കുറച്ച് പേര് കേട്ട ഹിസ്റ്റോറിക് ആയിട്ടുള്ള
ബ്രാൻഡുകളുടെ മരുന്നുകളാണ്, തിങ്സാണ്. അപ്പോൾ അതിൻ്റെ പേരെഴുതാനാണ് പറയുന്നത് കേട്ടോ, ബ്രാൻഡുകളേതെന്ന്. അത് ടീച്ചർ പറഞ്ഞു തരാം, ഗൂഗിൾ മീറ്റിൽ പറഞ്ഞു തരാം. ഓക്കെ ചിൽഡ്രൻ. Then second point, do not run across the road or play on the road. എന്താണ് പറയുന്നത്? ഡു നോട്ട് റൺ അക്രോസ് ദ റോഡ് ഓർ അല്ലേ പ്ലേ ഓൺ ദ റോഡ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഓടി കളിച്ചുകൊണ്ടൊന്നും ക്രോസ് ചെയ്യാൻ പാടില്ല. ആൻഡ് പ്ലേ ഓൺ എന്താണ് റോഡിൽ കളിക്കാനും പാടില്ല. എന്ത് ചെയ്യും? യു മൈറ്റ് ബി ഹിറ്റ് ബൈ എ പാസിംഗ് വെഹിക്കിൾ. വേറൊരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി എന്ത് ചെയ്യും? നമ്മളെ ഇടിച്ച് നമുക്ക് ഹർട്ട് ചെയ്യാം അല്ലേ? യെസ്. ദെൻ ഫോർത്ത് വൺ, വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ഗിവൺ ടു ആൻ ഇൻജേർഡ് പേഴ്സൺ ബിഫോർ ദ ഡോക്ടർ അറൈവ്സ്. ഡോക്ടർ എത്തുന്നതിന് മുമ്പേ നൽകുന്ന ശുശ്രൂഷയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഡോക്ടർ എത്തുന്നതിന് മുമ്പേ അല്ലേ. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് given to an injured person before the doctor arrives. എന്താണ്? പരിക്കേൽക്കുന്ന ഒരു വ്യക്തിക്ക് ഡോക്ടർ എത്തുന്നതിന് മുൻപേ നമ്മൾ നൽകുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകുന്ന ഫസ്റ്റ് എയ്ഡ് ശുശ്രൂഷയാണ് ഫസ്റ്റ് എയ്ഡ്. ദെൻ വാട്ട് ഷുഡ് യു ഡു ഇഫ് യു ആർ സംബഡി എൽസ് ഗെറ്റ്സ് ഇൻജേർഡ് അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ? നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലോ മുറിവേറ്റാൽ, ഇൻജേർഡ് ആയാൽ നിങ്ങൾ എന്താണ് അവിടെ നൽകുന്ന ശുശ്രൂഷ എന്നാണ് ചോദിക്കുന്നത്. അത് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഡു നോട്ട് പാനിക് ആൻഡ് കീപ് കാം. ഡു നോട്ട് പാനിക് ആവരുത്. പാനിക്കാവരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്? പരിഭ്രാന്തരാകരുത്. ആൻഡ് കീപ് കാം, എന്തായിരിക്കണം? ശാന്തത പാലിക്കണം അവിടെ കേട്ടോ. Then second point, in case of small cuts or light wounds, clean the wound with an antiseptic lotion and apply an antiseptic cream. അല്ലേ? എന്താണ്? സ്മാൾ മുറിവാണെങ്കിൽ എന്ത് ചെയ്യണം? ആ വുണ്ട് എന്താണ്? ആ മുറിവ് ക്ലീൻ ചെയ്യുക. എന്തുപയോഗിച്ച് ക്ലീൻ ചെയ്യുക? വിത്ത് ആൻ ആൻറ്റിസെപ്റ്റിക് ലോഷൻ അല്ലേ? ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് എന്ത് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്? ആൻറ്റിസെപ്റ്റിക് ക്രീം അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. Then third point, if bleeding does not stop, tie a bandage or a clean cloth loosely over the wound. Keep the bleeding part of the body raised. ബ്ലീഡിങ് നിൽക്കുന്നില്ല എങ്കിൽ എന്താണ്? ബാൻഡേജ് കെട്ടി മുറിവിന് ബ്ലീഡിങ് ആയ സ്ഥലത്ത് ബാൻഡേജ് കെട്ടുക. ഏത് ഭാഗത്താണോ ബ്ലീഡിങ് എന്ന് പറയുന്ന പാർട്സ് ഓഫ് ബോഡി എന്ത് ചെയ്യണം? റൈസ് ചെയ്ത് വയ്ക്കണം അല്ലേ? ഉയർത്തി വയ്ക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ ഫോർത്ത് പോയിന്റ്, മേക്ക് ദ പേഴ്സൺ ലൈ ഡൗൺ ഓർ സിറ്റ് ഇൻ എ റിലാക്സ്ഡ് പൊസിഷൻ. എന്താണ്? ആ വ്യക്തിയെ, മുറിവ് പറ്റിയ വ്യക്തിയെ കിടത്തുക അല്ലേ? ലൈ ഡൗൺ, കിടത്തുക. സിറ്റ് ഇൻ എ റിലാക്സ്ഡ് പൊസിഷൻ, അയാൾക്ക് റിലാക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ ഇരുത്തുക. ദെൻ ഫിഫ്ത്ത്, ഇഫ് എ പേഴ്സൺ ഫെയിൻസ് ഡു നോട്ട് ക്രൗഡ് അറൗണ്ട് ഹിം അല്ലേ? തല കറങ്ങി വീണാൽ എന്ത് ചെയ്യണം? അതിന് ചുറ്റും ആൾക്കൂട്ടം ഇങ്ങനെ ഉണ്ടാകാതെ അലോ ഹിം ടു ബ്രീത്ത് ഇൻ ഫ്രഷ് എയർ, ശുദ്ധമായി ശ്വസിക്കാനായിട്ട് അനുവദിക്കുക. ദെൻ സിക്സ്ത് പോയിന്റ്, കോൾ എ ഡോക്ടർ ഓർ ആൻ അഡൾട്ട് ഇമ്മീഡിയറ്റ്ലി. ഉടനെ തന്നെ ഡോക്ടറെ വിളിക്കുകയോ മുതിർന്നവരെയോ പെട്ടെന്നുള്ള സഹായം തേടണമെന്നാണ് പറയുന്നത്. 6 പോയിന്റ്. Then fill in the blanks. First one, do not dash through a gate to get in or get out of your school. ടീച്ചർ പറഞ്ഞു തന്നതാണ്, ടെക്സ്റ്റിൽ വായിച്ച് പറഞ്ഞു തന്നു. സ്കൂൾ ഗേറ്റിന് അകത്തോട്ട് പോകുമ്പോഴും പുറത്തോട്ട് പോകുമ്പോഴും റഷ് ചെയ്യരുത് അല്ലേ? ഡൗൺ റഷ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഓൾവേസ് കീപ് ക്ലോസ് ടു ദ ഡാഷ് ഓൺ ദ റോഡ്. റോഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും മുതിർന്നവരോട് ചേർന്ന് പറ്റി നടക്കുക എന്നാണ് പറയുന്നത് അല്ലേ? യെസ്. ദെൻ ഡു നോട്ട് പ്ലേ ഗെയിംസ് ലൈക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഇൻ ഡാർക്ക് ഡാഷ് പ്ലേസ്. എന്താണ്? ലോൺലി പ്ലേസ് അല്ലേ? ഏകാന്തമായ സ്ഥലത്ത് കൂടെ കളിക്കാനോ ഹൈഡ് ആൻഡ് സീക്കൊന്നും കളിക്കാൻ പാടില്ല. ദെൻ ഫോർത്ത് വൺ, നെവർ ഡാഷ് എ പേഴ്സൺ ഹു ഈസ് അണ്ടർ ആൻ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ ഒരാളെ പോയി ടച്ച് ചെയ്തതെന്നാണ് പറയുന്നത്. അവിടുത്തെ ഫില്ലപ്പ് ചെയ്യേണ്ട ആൻസർ ടച്ചാണ് അല്ലേ? ജസ്റ്റ് ഡോണ്ട് ടച്ച് ഹിം. ഇലക്ട്രിക് ഷോക്ക് പറ്റിക്കൊണ്ട് നിൽക്കുന്ന ആളെ ടച്ച് ചെയ്യാൻ പാടില്ല.
നീറ്റായിട്ട് എഴുതുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുക. ടീച്ചറിനോട് വാട്സപ്പ് ചെയ്ത് തരണം. എല്ലാവരും ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. Hello, good morning children. How are you all? Fine. Did you have your breakfast? Yes. Okay, good children. Are you ready for the class? Okay, today we are going to learn computer. Last class we learned a lesson, Introduction to MS Word 2010. Okay, that lesson we learned how to open a document, how to save a document. Okay, that lesson is completed. Today we will do some exercise in that lesson. Okay, ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. ടെസ്റ്റ് പേപ്പർ GK ടെസ്റ്റ് പേപ്പർ is not computer test paper, GK test paper on 30th November 2021, Tuesday. Lesson 4, useful plants. Okay, ഏത് ലെസൺ ആണ്? യൂസ്ഫുൾ പ്ലാന്റ്സ് എന്ന ലെസൺ ആണ്. ലെസൺ 4 ട്യൂസ്ഡേ ആണ്. നവംബർ 2021 ആണ്. 30th November 2021 ആണ്. ടൈം 3:30 PM. Okay, go to the textbook. Exercise. Tick the correct option. Which one of the following is word processor? Options: MS Word, Paint, TextPaint. Correct answer is MS Word. MS Word is correct answer. Okay, this is the word processor. 2. The blinking line on the document area is called bar, cursor, ribbon. Cursor is correct answer. Okay, it displays the name of the document. Title bar, documentinte name വരുന്നത് എവിടെയാണ്? ടൈറ്റിൽ ബാർ. How many parts does a ribbon have? Ribbon have 2 parts. Okay, 2 is the correct option. 2. Ribbon എത്ര പാർട്സ് ആണുള്ളത്? 2 parts. Next, which function makes the selected text bold? നമ്മൾ സെലക്ട് ചെയ്യുന്ന ടെക്സ്റ്റ് ബോൾഡ് ആകാനായിട്ട് നമ്മൾ ഏത് ഫങ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്? The first one, first option. Okay, this is the function makes the selected text bold. Next, B. Look at the buttons are right there functions. Some buttons are here. ഇവിടെ എന്താണ്? ആ ഓരോ ബട്ടൻ്റെയും ഫങ്ഷൻസ് ഇവിടെ എഴുതണം. Okay, look here, the first button, look here. This is the first button. What is the function of this button? Font function. This is font function. It is used to select the font style. ഫോണ്ടിൻ്റെ സ്റ്റൈൽ സെലക്ട് ചെയ്യുന്ന ഫങ്ഷനാണിത്. നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഇത് ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്യേണ്ട ബട്ടണാണെന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ്, ദിസ് വൺ. ലുക്ക് ഹിയർ. This is font size. It is used to increase or decrease the font size. ഈ ബട്ടൺ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ യൂസ് ചെയ്യുന്നത്. ലുക്ക് ഹിയർ, നെക്സ്റ്റ് ബട്ടൺ. ദിസ് ഇസ് ബോൾഡ്. നമ്പർ 3. ബോൾഡ്. ദ ബോൾഡ് ഫങ്ഷൻ മേക്സ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ബോൾഡ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ടെക്സ്റ്റ് എന്താണ്? ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട്, അത്രയും ടെക്സ്റ്റ് നമ്മൾ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഈ ബട്ടൺ കണ്ടാൽ നമ്മൾ വിചാരിക്കണം ഇതെന്താണ്? ബോൾഡ് ആക്കാൻ, ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 4. ലുക്ക് ഹിയർ, ദിസ് ഇസ് italic. This is italic. The italic function makes the selected text italic. സെലക്റ്റഡ് ടെക്സ്റ്റ് എന്താണ്? ഇറ്റാലിക്കിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദ അണ്ടർലൈൻ. ദിസ് ബട്ടൺ ഈസ് അണ്ടർലൈൻ. ദ അണ്ടർലൈൻ ഫങ്ഷൻ അണ്ടർലൈൻസ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ്. ദിസ് ഈസ് അണ്ടർലൈൻ ഫങ്ഷൻ ആൻഡ് ദിസ് ഈസ് അണ്ടർലൈൻസ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ്. സെലക്ട് ചെയ്ത ടെക്സ്റ്റ് അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. 6. Look here, this is alignment. The alignment functions
അലൈൻ ദ ടെക്സ്റ്റ് ടു ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ആൻഡ് ജസ്റ്റിഫൈ. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ടെക്സ്റ്റ് സെൻറ്ററിൽ വേണോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ വേണോ റൈറ്റിൽ വേണോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലൈൻമെൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം. നെക്സ്റ്റ് ഈസ്, suppose you forget to type a line in your document, then how will you insert it? Write the steps for inserting a new line in your document. എന്താണ്? ഒരു ന്യൂ ലൈന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ ഒരു ലൈൻ മിസ്സായിപ്പോയി. അപ്പോൾ അത് ആഡ് ചെയ്യാൻ എന്താണ് നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ എഴുതാനുള്ളത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചു, അതിൽ പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ എഴുതണം. എന്താണ്? പ്ലേസ് ദ കഴ്സർ അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ ആഫ്റ്റർ വിച്ച് ദ ന്യൂ ടെക്സ്റ്റ് മാറ്റർ ഈസ് ടു ബി ഇൻസേർട്ടഡ്. സ്റ്റാർട്ട് ടൈപ്പിംഗ് ഫ്രം ദ കീബോർഡ്. ദ കഴ്സർ വിൽ മൂവ് ആസ് ദ ടൈപ്ഡ് ടെക്സ്റ്റ് അപ്പിയേഴ്സ് ഓൺ ദ സ്ക്രീൻ. വി ക്യാൻ ഓൾസോ പ്രസ് ദ എൻ്റർ കീ ടു സ്റ്റാർട്ട് എ ന്യൂ പാരഗ്രാഫ്. അപ്പോൾ നിങ്ങളത് നോക്കി ഇവിടെ എഴുതുക. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് ഈസ് ഇൻ ദ ലാബ്. അതിപ്പം നമുക്ക് ചെയ്യണ്ട. അപ്പോൾ ഇത്രയും എക്സസൈസ് നിങ്ങൾ എഴുതുക. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ. മോർണിംഗ് മൈ ഡിയർ ബട്ടർഫ്ലൈസ്, ഹൗ ആർ യു? വളരെ ഫൈൻ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുവാണോ? ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കന്മാരായിട്ട് ഇരിക്കുവാണല്ലേ? യെസ്, ടീച്ചർ എന്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ. നമ്മുടെ ആ ലെസൺ ഫുൾ ടെസ്റ്റ് പേപ്പർ ആണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പഠിച്ച് മിടുക്കന്മാരായിട്ട് ഇരിക്കുവാണെന്ന് ടീച്ചറിന് അറിയാം. അപ്പോൾ ടീച്ചർ കറക്റ്റ് 11 o'clock ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യും. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നന്നായിട്ട് ആൻസർ ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പോൾ സയൻസ് ടെസ്റ്റ് പേപ്പർ എഴുതാനായിട്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻസ് ഇടാൻ പോവുകയാണ്. എല്ലാവരും പഠിച്ചതായിരിക്കും. ബോഡി എന്ന ലെസൺ നല്ലതുപോലെ പഠിക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻസ് ഇടാൻ പോവുകയാണ്. എല്ലാവരും ഹാപ്പിയായി എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ഓക്കെ ചിൽഡ്രൻ, 1 hour അറ്റൻഡ് ചെയ്ത് ടീച്ചറുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.